friends, Assalamualaikum. Namaskaram. Welcome back to our channel Anhas Little World. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഹേർഡ് വാൾ ഹാങ്ങിങ് ക്രാഫ്റ്റ് ആണ്. വളരെ ഈസി ആയിട്ടും ഉണ്ടാക്കി കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ക്രാഫ്റ്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ അതുപോലെ ഒരു വെറൈറ്റി ക്രാഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് തന്നെ ആവശ്യമുള്ള സാധനം നിങ്ങൾ ഈ ബാസ്ക്കറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ള ഫസ്റ്റത്തെ കളറാണ് ആൽഫസൈസ് പേപ്പർ. ഞാനിവിടെ ബ്ലാക്ക് ആൽഫസൈസ് പേപ്പറും ഓറഞ്ച് ആൽഫസൈസ് പേപ്പറും. ബ്ലാക്ക് എടുത്തിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു സ്റ്റിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഓറഞ്ച് എടുത്തിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനിവിടെ കാർഡ്ബോർഡിൽ നിന്ന് ഒരു ഹാർട്ടിന്റെ ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഗൺ ഗ്ലൂ, ഇത് സാധാ ഗ്ലൂ ആണ്. ഗൺ ഗ്ലൂ വേണം. പെൻസിൽ നമുക്ക് ഫ്ലവറിന് വേണ്ടിയിട്ട് സർക്കിളൊക്കെ വരക്കാൻ വേണ്ടിയിട്ടാണ്. സർക്കിൾ വരക്കാൻ വേണ്ടിയിട്ട് സീഡിയും വേണം. പിന്നെ ഞാനിവിടെ ഒരു ചോപ്സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പെൻസിൽ കൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചോപ്സ്റ്റിക്ക് എടുത്തിട്ടുള്ളത്. പെൻസിൽ യൂസ് ചെയ്യാം, അതിനൊന്നും പ്രശ്നമില്ല. പിന്നെ ഞാനിവിടെ വാളിൽ ഹാങ് ചെയ്യുമ്പോൾ സാധനം ഇവിടെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ഗ്ലിറ്ററിന്റെ ഒരു ലൈസാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. ഈ ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇങ്ങനത്തെ ഒരു സ്റ്റിക്കാണ്. അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് പേപ്പർ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ആൽഫസൈസ് പേപ്പർ കൊണ്ട് നമുക്ക് 2 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ സെൻട്രലായിട്ട് തന്നെ ഫോൾഡ് ചെയ്യണം. ഞാൻ ഇവിടെ സെൻട്രലായിട്ട് ഫോൾഡ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്യാം. ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഒന്ന് മാറ്റി വെച്ചിട്ട് ചോപ്സ്റ്റിക്ക് എടുത്തിട്ട് ഇതിന്റെ സൈഡിൽ നിന്നായിട്ട് അങ്ങനെ ഫോൾഡ് ചെയ്താൽ അങ്ങനെ ചുരുട്ടി ഇങ്ങനെ കൊടുക്കണം. നല്ല ഇങ്ങനെ അതിങ്ങനെ ലൂസ് ആവും. നല്ല ടൈറ്റിൽ ഇങ്ങനെ ഇതാക്കി കൊടുക്കണം. നമുക്ക് ഇനി കുറച്ച് അവിടെ സ്പേസ് ഇങ്ങനെ വിടണം. എന്നിട്ട് അവിടെ നമുക്ക് കുറച്ച് ഇത് വെച്ചിടും. നമുക്ക് വെള്ളം ഇങ്ങനെ ഇതിനുണ്ടോ അതുകൊണ്ട് വലിച്ചെടുക്കാം. ആ സ്റ്റിക്ക് റെഡി ആയിട്ട് ഇനി നമുക്ക് ഇത് ഞാൻ രണ്ടാമത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ജിമ്മിലുണ്ട്, അത് നമുക്കുണ്ട് വരച്ചെടുക്കാം. ഇവിടെ ഞാൻ കുറെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ 10 എണ്ണമാണ് ഉള്ളത്.
ഇപ്പം ഞാൻ ഇത് ഫുള്ളായിട്ട് ഗമ്മൊക്കെ തേച്ചിട്ടുണ്ട്. നമുക്ക് ഇതുമ്മൊക്കെ ഇങ്ങനെ ഒട്ടിച്ചിട്ടു. നമുക്ക് ഈ ഷേപ്പിൽ തന്നെ വേണം കട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ആ പേപ്പർ ബാക്കിയുള്ളത് ഈ ലവിൻ്റെ ഷേപ്പിന് അതേമാതിരി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കുറച്ചാണ് വിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഇതിങ്ങനെ ഫുള്ളായിട്ട് കട്ട് ചെയ്തതിൻ്റെ ശേഷം ഇത് ഇങ്ങോട്ട് ഇങ്ങനെ ആക്കിയിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഒരു ജിലേബിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ചുരുട്ടി കൊടുക്കാം. നല്ല ടൈറ്റിൽ ഇങ്ങനെ ഉരുട്ടി കൊടുക്കണം. ഇപ്പം ഞാൻ ലാസ്റ്റ് വരെ മടക്കിയിട്ടുണ്ട് നല്ല ടൈറ്റിൽ. നമുക്ക് ഈ ബാക്കിയുള്ളതിൻ്റെ ഇവിടേക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് വിട്ടുകൊടുക്കണം. അപ്പോൾ നമുക്ക് ഫ്ലവറിൻ്റെ ഒരു ഷേപ്പിട്ട് കുറച്ച് ഓപ്പോസിറ്റേക്ക് ഒന്ന് തിരിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ ഗ്ലൂ തേച്ച് കൊടുക്കണം. ഇങ്ങനത്തെ ഫ്ലവർ ഈ ഹാർട്ട് നിറയെ ഉണ്ടാക്കണം. ഞാനിപ്പോൾ ഒരു ഫ്ലവർ എടുത്തിട്ടുണ്ട്. നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ആക്കുന്നുണ്ട്. ഇതിനൊക്കെ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഇതേപോലെ ഇത് ഫുള്ള് ചെയ്യണം. ഇപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഹാങ് ചെയ്യാൻ വേണ്ടി ഒരു സാധനം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെ ഗ്ലൂ വെച്ചിട്ട് വെക്കാം. അതിൻ്റെ മേലെ ഒരു ഫ്ലവർ ഒട്ടിച്ചെടുക്കാം. നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. നമുക്കിതിൻ്റെ മേലായിട്ട് ഒരു ഫ്ലവറും ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്കിത് വാളിൽ ഹാങ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ക്രാഫ്റ്റ് ഇഷ്ടമാണോ എങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുമ്പോൾ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ കാണും. അത് അമർത്തുമ്പോൾ
3 ബെല്ലൈക്കണിന്റെ പിക്ചർ വരും. അതിൽ ഫസ്റ്റ് ഓൾ എന്നുള്ള ഓപ്ഷനാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോഴാണ് ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുക. ബൈ. അസ്സലാമു അലൈക്കും.